എല്ലാവരും പോലെ ഒരു സ്വാഭാവിക ജനനമല്ലായിരുന്നു എൻ്റെ. കാരണം സാധാരണ ആൾക്കാരെ പോലെ ഞാൻ ഉണ്ടായതൊരു നോർമൽ പ്രോസസ്സല്ല. ഞാൻ ഉണ്ടായത് ഉരുളി കമത്തിയ. ഈ കമത്തിയ ഉരുളിയുടെ വില വെച്ചിട്ടാണോ എന്നറിയത്തില്ല, എൻ്റെ അച്ഛനും അമ്മയ്ക്കും എൻ്റെ കാര്യത്തിൽ കുറേ ഓവർ എക്സ്പെക്ടേഷൻസ് ഉണ്ടായിരുന്നു. പൊന്നിൻ്റെ കളറുള്ള ഉരുളി കൊടുത്തപ്പോഴത്തേക്ക് പൊന്നു പോലത്തെ ഒരു കൊച്ചിനെ തിരിച്ചു വിട്ടെന്ന് ഇവർ വിചാരിച്ചു. ഒരച്ചു നോക്കിയപ്പോൾ സാധനം ഓടാന്ന് മനസ്സിലാക്കിയതെയോ ഇതിനകത്തൊക്കെ മതി എന്ന് പറഞ്ഞ് തിരിച്ച് എന്നെ കൊടുത്തു വിട്ടു. ഈ ഉരുളി വെച്ചിട്ടുള്ളൊരു എക്സ്പെക്ടേഷൻ്റെ ലെവൽ എന്നൊക്കെ പറയുകയാണെങ്കിൽ, ലേബർ റൂമിൻ്റെ വാതിക്ക് വെച്ചിട്ട് ഈ അച്ഛൻ്റെ കയ്യിലോട്ട് നേഴ്സ് എന്നെ കൊടുത്തിട്ട് വെയിറ്റ് ഒക്കെ ഓക്കെയാണ് 3.5 കിലോ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴും അച്ഛൻ പറഞ്ഞത് ഉരുളി 4 കിലോ ഉണ്ടായിരുന്നെന്ന്. ഒരു പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി അത് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയുടെ ക്വാളിറ്റിയുടെ ബേസിലേക്കെന്നുള്ളൊരു ബേസിക് ഐഡിയ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാനിപ്പോൾ കൊച്ചിൽ എന്തെങ്കിലും ചെയ്താൽ ഉടനെ അമ്മ ഞാൻ ഇത് ക്രിയേറ്റീവായിട്ട് ചെയ്യുന്നതെന്ന് തെറ്റിദ്ധരിച്ചിട്ട് അമ്മ ഉടനെ അച്ഛനെ വിളിച്ചിട്ട് പറയും, ചേട്ടാ ഇവൻ അങ്ങനെ ചെയ്തു, ചേട്ടാ ഇവൻ ഇങ്ങനെ ചെയ്തു, നമുക്ക് ഇവൻ ഇത് പഠിപ്പിച്ചാലോ അത് പഠിപ്പിച്ചാലോ എന്നൊക്കെ. നിസ്സാരം ഞാൻ ഭിത്തിയിലിരിക്കുന്ന ഒരു കൊതുകിനെ അടിച്ചു കഴിഞ്ഞാൽ ഉടനെ അമ്മ പറയും, ചേട്ടാ നമുക്ക് ഇവനെ കരാട്ടെ പഠിപ്പിച്ചാലോ എന്ന്. എൻ്റെ അന്നത്തെ ആരോഗ്യം വെച്ച് കരാട്ടെ പോയിട്ട് ഒരു പീസ് പൊറോട്ട പോലും എന്നെ കൊണ്ടൊന്ന് പിടിക്കാൻ പറ്റത്തില്ല. ഇന്നത്തെ പോലെ അന്ന് അത്ര അവസരങ്ങളില്ലായിരുന്നുണ്ടാ. അല്ലായിരുന്നെങ്കിൽ ഞാൻ നടന്നു തുടങ്ങിയപ്പോഴേ ഇവരെന്നെ ബോബി ചെമ്മണ്ണൻ്റെ കൂടെ മാരത്തോൺ ഓടാൻ വിട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് കോൺക്രീറ്റ് ദ വേൾഡ് വിത്ത് ലവ് എന്നൊക്കെ പറയേണ്ടി വന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ഈ ഫുൾ സ്പീഡിൽ ഫാൻ ഇട്ടിട്ട് കട്ടിലേക്ക് കടന്നു കഴിഞ്ഞാൽ പരസഹായം ഇല്ലാതെ എഴുന്നേക്കാൻ എന്നെ കൊണ്ട് വലിയ പാടാ. എന്നെ കൊണ്ട് കായികപരമായിട്ടൊന്നും നടക്കത്തില്ലെന്ന് മനസ്സിലായപ്പോഴത്തേക്ക് ഇവർ കലാപരമായിട്ട് എന്തെങ്കിലും ചെയ്യിക്കാന്ന് വിചാരിച്ചു. സാധാരണ പിള്ളേർ കരയുമ്പോഴത്തേക്ക് അമ്മമാർ ഇവർക്ക് എന്നാ പറ്റിയെന്ന് അന്വേഷിക്കും. ഞാൻ കരഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ അമ്മ കച്ചേരിയൊക്കെ കേൾക്കാനിരിക്കുന്ന പോലെ ഇതിൻ്റെ അകത്തുനിന്ന് ഈ ശ്രുതിയും താളവും ഒക്കെ കണ്ടുപിടിച്ചിട്ട് എന്നെ പാട്ട് പഠിപ്പിക്കാന്ന് പറഞ്ഞു. കല്ലിലും സംഗീതം ഉണ്ടെന്ന് രണ്ടാമത് കണ്ടുപിടിച്ച എൻ്റെ അമ്മയാണ്. എനിക്കൊന്ന് മൂത്രത്തിക്കല്ലായിരുന്നു. ഞാൻ അതിന്റെ വേദന കൊണ്ട് കരഞ്ഞത്. അമ്മ പറയുന്നത് ഞാൻ കരയുന്ന കേട്ട് കഴിഞ്ഞാൽ വേണുഗോപാൽ ഹമ്മിങ് പാടുന്ന പോലെ തന്നെ ഉണ്ടത്. എൻ്റെ അച്ഛൻ്റെ സ്വരം കേൾക്കണം. വേണുഗോപാലല്ല, എവിടെയോ തട്ടി വീണഗോപാൽ അലറുന്ന പോലെ ഇരിക്കും. പക്ഷെ അമ്മയുടെ സൗണ്ട് സുജാതയുടെ സൗണ്ടാ. പാട്ടുകാരി സുജാതയല്ല, സുജാത മിക്സിയുടെ. ഇത് രണ്ടും കൂടെ മിക്സ് ആയ സൗണ്ടാണ് എൻ്റെ. ഈ സൗണ്ടും വെച്ചുകൊണ്ട് എന്നെ പാട്ട് പഠിപ്പിക്കുന്നതിലും ഭേദം അച്ഛനെ അമ്മയും കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കുന്നതെന്ന് സാറിന് മനസ്സിലായ അന്ന് പാട്ടുപടുത്തം നിർത്തി. പിന്നെ അങ്ങോട്ട് ഡാൻസ് ആയിരുന്നു. ഈ ഡാൻസ് ക്ലാസ്സിൽ കൊണ്ട് ചേർത്തപ്പോഴേ സാറ് തെങ്ങുംകുറ്റി പോലെ നിൽക്കുന്ന എന്നെ കണ്ടിട്ട് പറഞ്ഞു, കൈ എത്തുന്നിടത്ത് മെയ്യെത്തിയാലേ ഡാൻസ് പഠിക്കാൻ പറ്റത്തുള്ളൂ. ജനുവരിയിൽ ഒരു സ്റ്റെപ്പ് പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം മാർച്ചായി കൈ തന്നെ എത്താൻ. പിന്നെ മെയ് കഴിഞ്ഞിട്ട് മെയ്യെത്താതായപ്പോഴത്തേക്ക് അത് നിർത്തേണ്ടി വന്നു. കലാപരമായിട്ട് എന്നെ കൊണ്ട് മൂളാൻ പോയിട്ട് മുള്ളാൻ പോലും പറ്റത്തില്ലെന്ന് മനസ്സിലായപ്പോഴത്തേക്കും ഇവരെന്നെ വിദ്യാഭ്യാസ രംഗത്തിറക്കി. കലം തേച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അമ്മ എന്നോട് പറയും, നീ ഒരു അബ്ദുൽ കലാമിനെ പോലെ ആവണമെന്ന്. എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് പക്ഷേ അടിപൊളിയായിരുന്നു. ഞാനിപ്പോൾ ഒരു പീസ് പേപ്പർ എൻ്റെ പേരും അഡ്രസ്സും എഴുതി മെഡിക്കൽ സ്റ്റോറിൽ കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ അവിടുന്ന് പാരസെറ്റമോളോ എന്തെങ്കിലും തരും. ഈ ഹാൻഡ് റൈറ്റിംഗ് കണ്ടിട്ടാണോ അറിയത്തില്ല, എൻ്റെ അച്ഛന് എന്നെ ഡോക്ടറാക്കണമെന്നായിരുന്നു ആഗ്രഹം. എൻ്റെ അച്ഛൻ്റെ ഈ നിഷ്കളങ്കമായ ആഗ്രഹം ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ അറിയാതെ പോയതുകൊണ്ട് മാത്രം എനിക്ക് ഡോക്ടറാവാനും പറ്റിയില്ല. പക്ഷെ ഇപ്പം അമ്മ ഏകദേശം കാര്യങ്ങളോട് പൊരുത്തപ്പെട്ടു. ഉരുളി കമത്താനുള്ള ഐഡിയ അമ്മയുടെ ആണെങ്കിലും കമത്തിയത് അച്ഛനായതുകൊണ്ടാണ് ഓട്ടുരുളിക്ക് ഈ പേട്ട് സാധനം കിട്ടിയെന്നാണ് അമ്മ പറയുന്നത്. പക്ഷെ അച്ഛനും ആ കാര്യത്തിൽ നല്ല വിഷമമുണ്ട്. ഞാൻ നന്നാവത്തിലൊന്നുമല്ല, എൻ്റെ ഒരു 24 വർഷത്തെ പെർഫോമൻസ് വെച്ചിട്ട് ഓട്ടുരുളിയൊന്നും വേണ്ടായിരുന്നു, പല അലുമിനിയം ഒക്കെ കമത്തേണ്ട കാര്യമുണ്ടെന്നായിരുന്നു അച്ഛൻ പറയുന്നത്. കാരണം അതിൻ്റെങ്കിലും കാശ് ലാഭിക്കാമല്ലോ. പക്ഷെ അതിൽ പിന്നെ അച്ഛൻ ഒരു സാധനവും കമത്തിയിടുന്നതോ കമന്ന് കിടക്കുന്നതോ കാണുന്നതോ ഒന്നും തന്നെ ഇഷ്ടമല്ല. എന്തിന് മരിക്കാൻ കിടന്നപ്പോൾ അപ്പൂപ്പനെ പോലും കമന്ന് കിടക്കാൻ അച്ഛൻ സമ്മതിച്ചിട്ടില്ല. പക്ഷെ ഒരു ദിവസം മഴയത്ത് നനഞ്ഞ കുടയായിട്ട് വീട്ടിലോട്ട് കയറി വന്നപ്പോഴത്തേക്ക് അമ്മ അച്ഛനോട് പറഞ്ഞു, ആ കുട എടുത്ത് സൈഡിലോട്ട് വെക്ക്, അത് തോരട്ടെ എന്ന് കമത്തി വെക്കാൻ. അച്ഛൻ ഒരു നിമിഷം 24 വർഷം പുറകോട്ട് പോയി ചിന്തിച്ചിട്ട് അമ്മയെ ഒന്ന് നോക്കി. അത് കഴിഞ്ഞിട്ട് ഹാളിന്റെ സൈഡിലെ പൂജാമുറിലോട്ടൊന്ന് നോക്കി. അത് കഴിഞ്ഞിട്ട് അച്ഛൻ എന്നെ ഒന്ന് നോക്കി. പക്ഷെ അന്ന് ചരിത്രം തിരുത്തി കുറിച്ചോണ്ട് അച്ഛൻ ആ കുട കമത്തി വെച്ചു. എന്നിട്ട് അമ്മയെ നോക്കി ഒന്ന് ചിരിച്ചു. ഇത് കണ്ട് അമ്മയും ഞാനും ചിരിച്ചു. ഇന്ന് ഈ ബമ്പർ ചിരിയിൽ ഞങ്ങളുടെ എല്ലാവരുടെയും ലൈഫ് അടിപൊളിയാണ്.